ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ്. അപ്പം അതിൽ മലേഷ്യയും വിയറ്റ്നാമും ഈ രണ്ട് രാജ്യങ്ങളും സുഖോയ് 30 ഫൈറ്റർ ജെറ്റ് മേടിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അവരൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള സുഖോയ് ആണ് അവർക്ക് വേണ്ടതെന്നാണ് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രീ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം അവര് തുർക്കി, പാകിസ്ഥാൻ ആ റേഞ്ചിലുള്ള ഒരു ചേരിയിൽ നിൽക്കുന്ന രാജ്യമാണ് മലേഷ്യ. മലേഷ്യയിൽ ഭരണം മാറി വരുന്നതനുസരിച്ച് അവര് പലപ്പോഴും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള സഹകരണം കാഴ്ചവെക്കും. എങ്കിലും അവിടുത്തെ ഒരു ഭരണം അട്ടിമറിക്കപ്പെട്ട് ഈ തീവ്ര മതനിലപാടുള്ള ആ ഒരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് ഈ ബ്രഹ്മോസ് ടെക്നോളജി പാകിസ്ഥാന് ചോർത്തി കൊടുക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്ത്യ കുറച്ച് അവയർനെസ്സോടുകൂടി മാത്രമേ ഈ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ. മലേഷ്യയുടെ കാര്യത്തിൽ, വിയറ്റ്നാമിന്റെ കാര്യത്തിൽ വീണ്ടും ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇതുപോലെ പല റിക്വസ്റ്റുകളൊക്കെ വരും. പിന്നെ തീർച്ചയായിട്ടും ബ്രഹ്മോസിന്റെ അത്യുജ്വല പ്രകടനം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കാഴ്ചവെച്ചതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റ് വല്ലാത്ത രീതിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ S-400 നമുക്ക് ഇനിയും 2 ബാറ്ററീസ് കൂടെ കിട്ടാനുണ്ട്. അപ്പൊ ആ 2 യൂണിറ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ സംസാരിച്ച ആ ഒരു 40 മിനിറ്റ് സംസാരത്തിൽ ഈ ഒരു വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ നിർമ്മിക്കാനിരിക്കുന്ന സുദർശൻ ചക്ര എന്ന് പറഞ്ഞ ആ ഒരു മൾട്ടി ലേയേർഡ് ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ, സർഫസ് ടു എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ S-400ന്റെ ഈ ഒരു 2 യൂണിറ്റ് വളരെ അനിവാര്യമാണെന്നുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. അത് വ്ളാഡിമിർ പുടിൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് എത്രയും വേഗം ഇന്ത്യക്ക് ഡെലിവറി ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കുമെന്നുള്ള വാഗ്ദാനം കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈന ശരിക്കും അമേരിക്കയെ അങ്ങ് പൊളിച്ചടിക്ക് കൈ കൊടുത്തെന്ന് വേണം പറയാൻ. ആ രീതിയിലാണ് കാര്യങ്ങൾ. കാരണം പ്രൈം മിനിസ്റ്റർ മോദി ചൈന വിസിറ്റ് ചെയ്തു, 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു, മടങ്ങി. അടുത്തത് പുടിന്റെ ഒരു പ്രകടനമായിരുന്നു അവിടെ മൊത്തത്തിൽ കാഴ്ചവെച്ചത്. അതും കഴിഞ്ഞപ്പോഴത്തേക്കും നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് യുൻ ആണ് അവിടെ എത്തിയത്. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ടാത്ത കക്ഷികൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് ഒരു നഷ്ടം തോന്നുന്നത് ഇന്ത്യയുടെ വിഷയത്തിൽ മാത്രമാണ്. ഇതിനകത്ത് ട്രംപിന് 3 വിഷയങ്ങളിൽ ഇതിനകത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്ത്യ അമേരിക്കൻ പ്രോഡക്റ്റിന്റെ മേളിൽ ഇമ്പോസ് ചെയ്യുന്ന താരിഫ്, അതിനെക്കുറിച്ച് ട്രംപ് കുറച്ച് വിഷമത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. അതേസമയം പുടിന്റെ വിഷയത്തിൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ആ രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ ഷീ ജിൻപിങ്ങിനെ കുറിച്ച് പുള്ളി പറഞ്ഞു വെച്ചത്, ശരിക്കും പറഞ്ഞാൽ ഷീ ജിൻപിങ് ഇങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം കൂടി വിളിച്ചു വരുത്തിയത് പുള്ളിക്ക് വലിയ താല്പര്യപ്പെട്ടില്ല. ഷീ ജിൻപിങ്ങിന്റെ തട്ടകത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനിപ്പോ ട്രംപ് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്നിട്ടും ചൈനയെ തള്ളിപ്പറയാതെ ചൈന നമുക്ക് വളരെ അടുത്ത ആൾക്കാരാണെന്നുള്ള നിലയിലാണ് ട്രംപ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പൊ ഒരു രാജ്യങ്ങളെയും തള്ളിപ്പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ട്രംപ് പെട്ടിരിക്കുകയാണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ട് ട്രംപിന് മേളിൽ. ട്രംപ് എടുത്ത ഒരു താരിഫ് നയം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മേളിൽ അപ്ലൈ ചെയ്ത താരിഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വരുന്നത് ട്രംപിന്. അതിന് ട്രംപ് ഒരു ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞു വെച്ചത്, ഇന്ത്യ നമ്മുടെ അമേരിക്കൻ പ്രോഡക്റ്റിന്റെ മേളിൽ ഭീമമായ താരിഫ്, ലോകത്ത് മറ്റൊരു രാജ്യങ്ങളും ഇടാത്ത രീതിയിലുള്ള താരിഫാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് തരുന്നത് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇന്ത്യ ലിറ്ററലി കില്ലിംഗ് US എന്നാണ് പറഞ്ഞു വെച്ചത് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതിലൂടെ പുള്ളി ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും ഉയർന്ന താരിഫ് നമ്മൾ കൊടുത്തിരിക്കുന്ന 200% താരിഫ് എന്നുള്ളത് ഹാർഡ്ലി ഡേവിഡ്സൺ എന്ന് പറഞ്ഞ ആ ഒരു ബൈക്കിന്റെ മേളിൽ നമ്മൾ ചുമത്തിരിക്കുന്ന ആ ഒരു താരിഫാണ്. അപ്പൊ അത് ആ ഒരു താരിഫ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു താരിഫായിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രംപ് ഇന്നലെ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇന്ത്യയുടെ താരിഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ ഒരു പ്രത്യേക വിഷയം എടുത്തു പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ. മറ്റുള്ള പ്രോഡക്റ്റുകൾക്ക്, ഒരുപാട് പ്രോഡക്റ്റുകൾക്ക് താരിഫ് കുറച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഈ ബൈലേറ്ററൽ നെഗോസിയേഷൻ ചെയ്ത സമയത്ത് തന്നെ, അതായത് താരിഫ് ഒക്കെ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഈ ഇലക്ട്രോണിക് വെഹിക്കിളിൽ നമ്മൾ 15% ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സിന് 0% ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ട്രംപ് ഇപ്പൊ എടുത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യ ഓൾറെഡി ഞങ്ങൾക്ക് 0% താരിഫ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. അതായത് അമേരിക്കയുടെ ഉള്ളിൽ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ, അതിന് വേണ്ടിയിട്ട് ട്രംപ്, അതായത് ഞങ്ങൾ താഴെ വീണിട്ടില്ല, ഞങ്ങളുടെ മീശയിൽ മണ്ണ് പറ്റിയിട്ടില്ല, അതിന് മീശ വേണ്ടേ എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവാണ് അമേരിക്കയുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് അവർ ഇന്ത്യക്ക് മേളിൽ കടുത്ത സമ്മർദ്ദം ഇടുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് അമേരിക്കയുടെ ഉള്ളിൽ അവർ കാഴ്ചവെക്കുന്നത്. പക്ഷേ ലിറ്ററലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രംപിന്റെ ഈ ഒരു താരിഫ് ഡിപ്ലോമസി പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഇന്ത്യ എടുത്ത് വീണ്ടും, അതായത് ഇന്ത്യയുമായിട്ടൊരു നെഗോസിയേഷൻ ഇല്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയ ആള് ഇപ്പൊ ഞങ്ങൾ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തും. മാർക്കോ റൂബിയോ പറയുകയാണ്, ഞങ്ങൾ ഇത് റിസോൾവ് ചെയ്യും എത്രയും വേഗം. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ 21st സെഞ്ചുറിയുടെ ഏറ്റവും മികച്ച പാർട്ട്ണർഷിപ്പ് ഉള്ള കൺട്രീസ് ആണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം ഭയങ്കര സ്റ്റേറ്റ്മെന്റുകളാണ്. ഇന്ത്യയെ പുകഴ്ത്തി അങ്ങ് പൊക്കി മുകളിലോട്ട് കൊണ്ടുപോവാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റുകളും അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ
ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഇന്ന് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പൊ ആ ചർച്ചയിൽ ശരിക്കും ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയത്. ഏറ്റവും പെട്ടെന്ന് തന്നെ ജർമ്മനിയുമായിട്ട് നമ്മൾ കമോഡിറ്റി വ്യാപാരം നടത്താൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ആണ് തയ്യാറാകുന്നത്. അതായത് 40 രാജ്യങ്ങളുമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ട്രേഡ് എഗ്രിമെന്റ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ജർമ്മനിയും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിൽ ജർമ്മനിയുമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ട്രേഡ് നെഗോസിയേഷൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ എഡ്വാർഡ് പ്രൈസ് പറഞ്ഞിരിക്കുകയാണ്. എഡ്വാർഡ് പ്രൈസ് അവിടുത്തെ ഒരു സീനിയർ എക്കണോമിക് അനലിസ്റ്റ് ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ട്രംപ് മസ്റ്റായിട്ടും ഇന്ത്യക്ക് 0% താരിഫ് ആക്കുകയും അതിനോടൊപ്പം ഒരു അപ്പോളജിയും കൂടി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അപ്പോളജി ചെയ്യണം എന്ന് പറഞ്ഞത് അമേരിക്ക അവർ അപ്പോളജി ഒന്നും ചെയ്യത്തില്ല, അത് വേറെ കാര്യം. അവരുടെ നിഘണ്ടുവിലെ ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോളജി. അപ്പൊ അതുകൊണ്ട് അവരതങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇന്ത്യയുടെ ആ ഒരു ആർഗ്യുമെന്റിനെ സ്ട്രെങ്തൻ ചെയ്യും. ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പുടിൻ ചൈനയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചൈനയിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങുമ്പോൾ പുടിൻ അവിടെ ഒരു പത്രസമ്മേളനത്തിന് കൊടുത്ത ഒരു പ്രസ്താവനകളിലെല്ലാം പറഞ്ഞു വെച്ചത് ഇന്ത്യയും ചൈനയും അമേരിക്ക ഇങ്ങനെയല്ല ഡീല് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യമാണ് ഈ ഭൂമിയിൽ. ആ 2 രാജ്യങ്ങളുടെ മേലും ഈ രീതിയിലല്ല ട്രംപ് ഡീൽ ചെയ്യേണ്ടത്. അതായത് ട്രംപ് എന്ന് പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ ഈ അമേരിക്ക ഈ രീതിയിലല്ല ഇന്ത്യയും ചൈനയും ഡീൽ ചെയ്യേണ്ടത്. എന്താണ് പുനിറ്റീവ് താരിഫ്, എന്താണ് പനിഷ്മെന്റ് താരിഫ്, ആർക്കാണ് ആരെ പനിഷ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളത് എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണത്. ഒരു മാധ്യമപ്രവർത്തകനും അതിനെ എതിർത്ത് മറു ചോദ്യം ചോദിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നു. അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് ഉത്തരം തന്നെയാണ് പുടിന്റെ സൈഡിൽ നിന്ന് കൊടുത്തത്. അതേസമയം ഇന്ത്യയായാലും ചൈനയായാലും ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യയെ പനിഷ് ചെയ്യാൻ മാത്രം അമേരിക്ക ആരാണ്? ഇത് കൊളോണിയൽ മൈൻഡ് സെറ്റ് അല്ലേ എന്നാണ് ചോദിച്ചത്. കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇപ്പോഴും ഈ 21st സെഞ്ചുറിയിലും ഈ കൊളോണിയൽ മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ഇതേപോലത്തെ ചില കീഴ്വഴക്കങ്ങൾ പാടില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. അമേരിക്കയുടെ ഉള്ളിലാണെങ്കിൽ, അതായത് ഒരു സോവിയറ്റ് ചേരിയിലിരുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയെ 25 വർഷക്കാലം അമേരിക്കയുടെ പല ഡിപ്ലോമാറ്റ്സും എഫേർട്ട് ഇട്ട് പതിയെ വലിച്ച് അമേരിക്കൻ ചേരിയിലേക്ക് എത്തിക്കുകയായിരുന്നു ശരിക്കും കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് നടന്നത്. ആ ഒരു എൻറ്റയർ ശ്രമത്തിനെ ട്രംപ് തുരങ്കം വെച്ച് ഒറ്റ രാത്രി കൊണ്ട് തുലച്ച് കൈ കൊടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം പൊതുവിൽ അമേരിക്കയുടെ ഉള്ളിൽ ഡിപ്ലോമാറ്റിക് തലത്തിൽ ചർച്ചയാവുന്നത്. ഇത് ശരിക്കും ട്രംപിന് നന്നായിട്ട് അറിയാം. ട്രംപിനെ ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ പലരും പറയുന്നുണ്ട്. ട്രംപിന്റെ അഡ്വൈസറി കമ്മിറ്റിയിലുള്ള പലരും ഇതിനെക്കുറിച്ച് ചർച്ചയാക്കുന്നുണ്ട്. ജേക്ക് സുല്ലിവനൊക്കെ ശരിക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ മീഡിയയിൽ നിന്ന് ഓപ്പൺ ആയിട്ട് പറയുകയാണ് ഇതൊക്കെ. അപ്പൊ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ജർമ്മനി ഫുള്ളി കമ്മിറ്റഡ് ടു മേക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് വരാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും മാസ്. ഇപ്പൊ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റും കൂടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി UK-യുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്, ജർമ്മനിയുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെക്കുകയാണ്. ഇതൊരു കാര്യം മനസ്സിലാക്കണം, ട്രംപിന് ഇത് ഉണ്ടാക്കുന്ന വേദന ചെറുതല്ല. കാരണം ഞാനൊരു സൈഡിൽ താരിഫ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇവരെല്ലാവരും ഒരു സൈഡിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെച്ച് അവരൊക്കെ ബെനിഫിഷ്യറി ആകുന്നു. ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രംപിന് തലവേദന ഉണ്ടാക്കുന്നത്. ശരിക്കും അമേരിക്ക ഐസോലേറ്റ് ആവുകയാണ്. ആരൊക്കെയോ പറഞ്ഞായിരുന്നു അമേരിക്ക ഭയങ്കരമാണ്, അമേരിക്ക ഇന്ത്യ അങ്ങ് മൂക്ക് ചെത്തിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടതാണ്. നിങ്ങൾ കണ്ടല്ലോ, ഓരോ രാജ്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. ഡോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ്? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്കയിൽ നിന്നും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. ജർമ്മനി ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ അമേരിക്കയുടെ കീഴിൽ കിടന്ന് ചവിട്ടുകൊള്ളുന്ന രാജ്യങ്ങളായിട്ടാണ് ഇവരൊക്കെ മാറിത്തീർന്നിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു അവസരം എന്നുള്ള നിലയിലാണ് ഇന്ത്യ നട്ടൽ ഉയർത്തി നിന്നപ്പോൾ അതിനോടൊപ്പം ഇന്ത്യ തന്നെ നിൽക്കുന്നു, പിന്നെ നമുക്ക് നിന്നൂടെ എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുടെ ഒരു ഡോമിനേഷൻ, അതായത് അമേരിക്ക വലിയ ലോക പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ നിന്ന് എല്ലാവരും അങ്ങ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ചെറിയ രാജ്യങ്ങളൊക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്തി. പക്ഷെ അവസാനം ഇന്ത്യക്കിട്ട് ഭീഷണിയുമായിട്ട് വന്നപ്പോഴാണ് ഇന്ത്യ കൃത്യമായിട്ട് തിരിച്ചടിച്ചത്. ഈ തിരിച്ചടി ശരിക്കും അമേരിക്കയുടെ ആ ഒരു ഡോമിനേഷൻ പവറില്ലേ, ആ പവറിനെയാണ് ശരിക്കും ഇല്ലാതാക്കിയത്. ഇപ്പൊ ഏതൊരു ചെറിയ രാജ്യവും അമേരിക്കയെ ചേർത്ത് നിൽക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് അമേരിക്കയെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ടാരിഫ് കൊണ്ട് നേടിയ നേട്ടമാണ്. പക്ഷേ അതിന് തുടക്കം കുറിച്ചത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യയോട് കളിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ കളിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇച്ചിരി അരിയും പലവ്യഞ്ജന സാധനങ്ങളും പിന്നെ കുറച്ച് കാർ മാനുഫാക്ചറിങ്ങിന്റെ സ്പെയർ പാർട്സുകളും ഇച്ചിരിയൊക്കെ അങ്ങോട്ട് കയറ്റി അയക്കുന്നതിനാണ് 50% താരിഫ് വേണമെന്ന്. താരിഫ് എടുത്തോ, ആര് വേണ്ടെന്ന് പറഞ്ഞു. ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്ത് യുദ്ധമാണ് അവസാനിപ്പിച്ചത്? റഷ്യയും ഉക്രൈനും ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ, ഇറാൻ അതൊരു സീസ് ഫയറേ അല്ല എന്നാണ് 2 രാജ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എവിടെ നിന്നാണ്, ഏത് യുദ്ധം അവസാനിപ്പിച്ച കാര്യമാണ് പുള്ളി പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നാലും പുള്ളി 7 യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ട്രേഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ 7 യുദ്ധങ്ങളും അവസാനിപ്പിച്ചത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്രമാത്രം പൊട്ടത്തരം പറയുന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്?
അപ്പൊ നമ്മൾ ഫ്രാൻസുമായിട്ട് ചേർന്ന് ഇന്ത്യൻ നേവിയും ഫ്രാൻസിന്റെ നേവിയും കൂടെ ചേർന്ന് പപ്പുവ ന്യൂ ഗിനിയയിൽ ഒരു നേവൽ പരേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു 2-ാം തീയതി. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആയിട്ടാണ് ഫ്രാൻസ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും റഫേൽ മറൈൻ ജെറ്റുകൾ ഉൾപ്പെടെ ഇന്ത്യൻ നേവൽ ഓഫീസേഴ്സിന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ ഏതാണ്ട് 26 റഫേൽ മറൈൻ ഫൈറ്റർ ജെറ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രാൻസിനടുത്ത്. അത് നമുക്ക് കിട്ടാനിരിക്കുന്ന സാഹചര്യത്തിലും കൂടിയാണ് ഇതുപോലത്തെ നേവൽ പരേഡുകൾക്ക് വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ പപ്പുവ ന്യൂ ഗിനിയയിലാണ് ഈ ഒരു നേവൽ ഡ്രില്ല് നടന്നത്. ചൈന അവരുടെ വിക്ടറി പരേഡ് നടത്തുകയായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആർസനൽസ്, അതേപോലെ തന്നെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ, ഇതെല്ലാം തന്നെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം പുടിനും നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും കൂടി ഉണ്ടായിരുന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താ വാർത്തകൾ കുറെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.